സ്ത്രീയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം എനിക്ക് എന്തും പറയാം, ആരെക്കുറിച്ച് എന്തും പറയാം. ഞാൻ വന്ന് വീഡിയോ ഇട്ടാൽ എനിക്ക് സപ്പോർട്ടേഴ്സ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പം ഒരു ബന്ധം ബ്രേക്കപ്പ് ആയതിനു ശേഷം എനിക്ക് അയാളോടൊരു പകയോ വിരോധമോ തോന്നിയാൽ ഞാനൊരു വീഡിയോ വന്നിടുക, എനിക്ക് ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടും എന്ന് ചിന്തിക്കുന്ന ചില സ്ത്രീകളെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മൈത്രേയൻ ഒരു ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെ മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകളില്ലേ ഇവിടെ? അതുകൊണ്ട് അതുകൊണ്ട് അതൊരു തെറ്റായ ധാരണയായിട്ട് വരുന്നില്ലേ? തെറ്റായ ധാരണ ഉണ്ടായാൽ എന്താണ് പ്രശ്നം? അത് പുരുഷന്മാർക്കെതിരെ ഇങ്ങനെ പുരുഷന്മാർക്കെതിരെ പുരുഷന്മാർ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വല്ലപ്പോഴും ഒരു സ്ത്രീ ചെയ്യുന്ന കഥയല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്? എല്ലാ കലിങ്കയിലും ഇരുന്ന് കമന്റ് അടിക്കുന്നത് സ്ത്രീകളാണോ? അല്ല. ഈ നാട്ടിനകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്യുന്ന സ്ത്രീകളാണോ? സ്ത്രീകളും ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളിനകത്ത് 100 കൊലപാതകം എടുത്താൽ എത്ര സ്ത്രീകൾ ചെയ്യുന്നുണ്ടാവും? അതിനകത്ത് പെർസെന്റേജ് വൈസ് കുറവായിരിക്കും. വീണ്ടും പറയുന്നത് പെർസെന്റേജ് കുറവാണെന്ന് പറയുമ്പോൾ എത്ര പെർസെന്റേജ് ഉണ്ടാവും? താരതമ്യമേനയല്ല, നിങ്ങൾക്ക് ഒരു കണക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നാ എന്റെ ചോദ്യം. 100 കൊലപാതകം കേരളത്തിൽ നടക്കുന്നതിനകത്ത് ഒരു കൊലപാതകം സ്ത്രീയുടേതുണ്ടാവുമോ? ഇല്ല. അപ്പൊ പിന്നെ അത്രയും മനസ്സിലായാൽ മതി. അപ്പൊ പിന്നെ നിങ്ങളുടെ ചോദ്യം തന്നെ വല്ലപ്പോഴും നടക്കുന്ന ഒരു സാധനത്തിനെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നു എന്നുള്ളതല്ലേ നിങ്ങൾ ചെയ്തത്? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യം നിങ്ങൾ തന്നെ എന്തിനാണ് ചോദിക്കുന്നത്? 999 എണ്ണത്തിനകത്ത് ഒന്ന് ചെയ്തത് ഭയങ്കര തെറ്റാണെന്ന് പറയുന്നത് എന്ത് ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ടാ? ഈ ചോദ്യം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അരി തിന്നതും പോരാ, ആശാരിച്ച് കടിച്ചതും പോരാ, പിന്നെയും പട്ടിക്ക് മുറിവേർപ്പെന്ന് പണ്ട് പറയുന്ന ഒരു ചൊല്ലുണ്ട് നാട്ടിൽ. 999 കൊലപാതകം പുരുഷന്മാർ ചെയ്യുമ്പോൾ ഒരു കൊലപാതകം ചെയ്ത സ്ത്രീ ഭയങ്കര തെറ്റുകാരിയാണെന്ന് ചർച്ച ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കണക്ക് കാണിക്കേണ്ടി വരും. ഇവിടുത്തെ നിങ്ങളെപ്പോലുള്ള ആണായാലും ആണുങ്ങൾ ഉണ്ടാക്കിയ പെണ്ണുങ്ങളും ആണുങ്ങളും ഇവിടെ ചേർന്ന് ഉണ്ടാക്കുന്ന മീഡിയയ്ക്കകത്തൂടെ ദിവസവും ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇത് കള്ളം പറയുന്നത് ശീലമാക്കിയിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അത് നേരെ വളരാൻ ഒരിക്കലും അനുവദിക്കാത്തത് കൊണ്ടും കൂടാ. സ്ത്രീകൾ കള്ളം ഇഷ്ടം പോലെ പറയുന്നുണ്ടാവും. എല്ലാ അടിമകളും ഇഷ്ടം പോലെ കള്ളം പറയും. അത് ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. അതേ അറിയണം. നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ സ്ത്രീകളും കള്ളികളാവും. ഒരു സംശയമുണ്ട്. ഇവിടെ വളരുന്ന എല്ലാ സ്ത്രീകളും കള്ളികളും കള്ളന്മാരുമായിട്ട് പുരുഷന്മാരുമാകുന്ന അടിമ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെ ആയിത്തീരും. കാര്യമുണ്ട്. സ്വാതന്ത്ര്യം കൊടുക്കാതെ ശ്വാസം മുട്ടിച്ച് വളരുന്നവർ വളഞ്ഞു വളരും. നിങ്ങൾ പറയുന്ന ഈ പെണ്ണുങ്ങളില്ലേ, അത് ഉണ്ടാക്കുന്നതാ. വളഞ്ഞു വളരും. വളഞ്ഞു വളർന്നിട്ട് പിന്നെ വളവുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിയൊന്നും വേണ്ട. നേരെ വളരാൻ അനുവദിച്ചിട്ടില്ലാത്ത മനുഷ്യരെ ബോൺസായി ആയിട്ട് വളർത്തുന്ന ആൾക്കാരേതല്ല. അതുകൊണ്ട് അവർ നുള്ളിക്കള്ളങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ മെയിൻ കൊലപാതകങ്ങളെല്ലാം പുരുഷന്മാർ തന്നെ ചെയ്യുന്നത്. പോട്ടെ, സ്ത്രീകൾ ഉണ്ടാക്കിയ ഒരു ഗുണ്ടാ സംഘത്തിന്റെ പേര് പറ. അതെനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താ അറിയാത്തെ? നിങ്ങൾക്ക് ഭയങ്കര അറിവായിരുന്നു. എന്നോട് നേരത്തെ ചോദ്യം ചോദിച്ചപ്പോ ഭയങ്കര അറിവായിരുന്നല്ലോ. എന്താ ഇപ്പൊ അറിവില്ലാത്തെ? അങ്ങനെ ഒരു ഇതില്ല. അതെന്താ ഇല്ലാത്തെ? നിങ്ങളുടെ കണക്കിന് കാണണമല്ലോ, കണിശമായിട്ടും കാണണമല്ലോ. പറ, ഒരു ഗുണ്ടാ സംഘത്തിന്റെ പേര് പറ. ഇവിടെ സ്ത്രീകൾ സംഘമായിട്ട് മോഷണ സംഘം ഒരെണ്ണത്തിന്റെ പേര് പറ. ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങളുടെ കയ്യിലാകെ ഉള്ളത് ഈ നാടോടികളായി വരുന്ന പുരുഷന്മാർ കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവർ വീട്ടിലൊക്കെ വന്നിട്ട് താലി പറിച്ചുകൊണ്ട് പോയതും കൊലുസ് പറിച്ചുകൊണ്ട് പോയതായിട്ടുള്ള കുറെ പെണ്ണുങ്ങളെ കിട്ടും. അത് തന്നെ ഒരു വലിയ ഗുണ്ടാ സംഘത്തിന്റെ അറ്റത്ത് നിൽക്കുന്ന പെണ്ണുങ്ങൾ മാത്രമാണ് അവർ. അല്ലാതെ സ്ത്രീകളുടേതായ ഒരു ഗുണ്ടാ സംഘം ഇവിടെ പുരുഷന്മാരുടെ ഗുണ്ടാ സംഘം ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ചർച്ചയില്ലല്ലോ. അത് നോർമലാണല്ലേ?
അല്ല നോർമലാണ്. അല്ല, അതിന് അയ്യോ അത് നല്ല നമുക്കറിയാം. നമ്മുടെ അണ്ണന്മാരെല്ലാം നമ്മുടെ അണ്ണനല്ലേ, നമ്മുടെ ചേട്ടന്മാരല്ലേ, അവന്മാരെന്ത് ചെയ്താലും കുഴപ്പമില്ല. ഒരു പെണ്ണും വഴി തെറ്റിക്കൂടാ, അതല്ലേ? തെറ്റ് ചെയ്യുമ്പോഴും ശരിയായി ചെയ്യണം, അല്ലേ? അങ്ങനല്ലേ? തെറ്റ് ചെയ്യുമ്പോഴും പെണ്ണുങ്ങൾ ചെയ്തുകൂടാ തെറ്റ്. അല്ല, ഞാൻ ചോദിച്ചത് ഒരു പ്രിവിലേജിനെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് ഒരു കൂടത്തായി, ജോളി, പിന്നെന്താണ് ഒരു ഇങ്ങനെ 4-5 പേരുടെ പേരിൽ നിങ്ങളുടെ കയ്യിലുള്ളത്. ഒരു ദിവസം പത്രം എടുത്താൽ എത്ര കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്? അതൊന്നും നിങ്ങളുടെ ചർച്ചയ്ക്കകത്ത് വരാത്ത എന്താ? അതിനെപ്പറ്റി ഗ്രാഫിക് കഥകൾ എഴുതാത്ത എന്താ? എല്ലാ ദിവസവും പത്രം എടുത്താൽ അത് പറഞ്ഞ പിന്നെന്തിനാണ് ഈ ചോദ്യം? ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഈ കുലസ്ത്രീ. നിങ്ങളെ പോലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ക്രിമിനൽസ്. സകലടത്ത് വരുന്ന ഇതുപോലെ ഓതി ഒരു സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്ന, ആ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് കിട്ടുന്നത് കണ്ടിട്ട് കുശുമ്പ് കുത്തുന്ന പെണ്ണുങ്ങൾ, എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുണ്ടാക്കിയ തീട്ട പെണ്ണുങ്ങളാണ് ഈ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നത്. അല്ല, ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്. അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. അല്ല വേറെ എങ്ങനെ? ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങളിപ്പോ അടുപ്പിച്ച് 3 ചോദ്യം എന്നോട് ചോദിക്കുന്നതിനകത്ത് 3-നകത്തും ഈ ചോദ്യം തന്നെയാണ് വരുന്നത്. ഞാൻ ചോദിച്ചത് പ്രിവിലേജസ് കൊടുക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ല 1% അല്ല 100% ആകുന്ന വരെ നിങ്ങൾക്ക് പിണ്ടാൻ അവകാശം ഇല്ലെന്ന്. 100% ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുരുഷന്മാരുടെ. അത് നിങ്ങൾക്ക് ഡിസ്കഷൻ ഇല്ലാത്ത വരുന്ന എന്താ? അത് നോർമൽ. പണ്ട് എന്താണ്, കരുണാകരൻ മര്യാദയുടെയായിട്ട് പെരുമാറിയാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം അയാൾ ലീഡറാണ്, അയാൾക്ക് എന്ത് വേണേലും ചെയ്യാൻ. അങ്ങനെയാണ്. കൈക്കൂലി മേടിക്കാൻ എല്ലാവരും, പണക്കാരായവരെല്ലാവരും കള്ളക്കണക്ക് എഴുതിയാൽ അത് നോർമലാ. സാധാരണക്കാരനായ ഒരുത്തൻ മോഷ്ടിച്ചു കഴിഞ്ഞു ഭയങ്കര തെറ്റാണ്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ മധുവിനെ കൊല്ലുന്ന കഥയാ അത്. നിങ്ങൾ കൈ കിട്ടിയ ആൾക്കാരെ എല്ലാം കൊല്ലുന്നവരാ. അത് ആണും പെണ്ണും ആയാലും നിങ്ങൾ ആണുങ്ങൾ ഉണ്ടാക്കിയ പെണ്ണുങ്ങളാണ് ഈ ആണുങ്ങളെ എരി കയറ്റും. പണ്ട് ഈ എന്താണ് ഉണ്ണിയാർച്ച പുറത്ത് വെട്ടുകൊണ്ട് നീ വരരുത്, നെഞ്ചത്ത് വെട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞ് എരി കയറ്റുന്ന ആ വിഭാഗമുണ്ട്, തമ്മിലടിപ്പിക്കാനുള്ള വിഭാഗമുണ്ട്. ആ കൂട്ടത്തിൽ പെടുന്നതാണ്. പകയുള്ള, കുടുംബ പകയുള്ള ഏറ്റവും ദുർബലരായ മനുഷ്യരാണ്. പക്ഷെ കുടുംബ പകയുള്ളതുകൊണ്ട് മറ്റുള്ളവരെ എരി കയറ്റി തമ്മിലടിപ്പിച്ച് ചാകുന്ന കണ്ട് രസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ആ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ പറയുന്നത്. അല്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടി അവർ ചെയ്ത ദ്രോഹമൊക്കെ പറഞ്ഞാൽ ലോകത്ത് പട്ടാളവുമായി ഇറങ്ങി നടന്ന് ചെങ്കിസ് ഖാന്റെ കൂട്ടി പെരുമാറിയ ഒന്നും സംഭവിച്ചിട്ടില്ല. 1000 പേരിനകത്ത് ഒരാൾ ചെയ്ത കഥയാണ് ഈ പറയുന്നത്. അത് മുഴുവൻ ഈ സ്വാതന്ത്ര്യം കിട്ടിയുണ്ട്. അയ്യോ, അല്ല, ഞാൻ ജനറലൈസ് ചെയ്തല്ല. നിങ്ങൾ ജനറലൈസ് ചെയ്ത് മാത്രമായി പറഞ്ഞോണ്ടിരിക്കുന്നേ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൂടായിരുന്നു എന്നുള്ളതാണല്ലോ പറഞ്ഞത്. അല്ല, പിന്നെ അല്ലാതെ എങ്ങനെ പറയും? അല്ല, ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ അല്ലാതെ എങ്ങനെ ആ വിഷയം നിങ്ങൾ പറയും? അല്ല, ഇപ്പൊ ഞാൻ പുരുഷന്മാരുടെ സൈഡിൽ നിന്നല്ല സംസാരിക്കുന്നത്. നിങ്ങൾ പുരുഷന്മാരുടെ സൈഡിൽ നിന്നല്ലെന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് പുരുഷന്മാരുടെ വായിക്കകത്ത് കയറിയാൻ വേണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പുരുഷ സംഘടന ഉണ്ടാക്കിയവൻ പറഞ്ഞ വരിയാണ് നിങ്ങൾ വേണ്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പുരുഷ സംഘടനയുടെ സെക്രട്ടറി ആകേണ്ട ആളാ. വെറുതെ വിട്ടിരുന്ന എന്നോട് ചോദ്യം ചോദിച്ച സമയം കളയരുത്. ഒന്നുമില്ലെങ്കിൽ വല്ല എന്താ പറഞ്ഞാൽ ഈ കോന്തം പുരുഷന്മാരുടെ ഓമന പുണ്യാളത്തിയാകാൻ പറ്റും. വേറെ ഒന്നിനും കൊള്ളില്ല ഈ ചോദ്യങ്ങളൊന്നും. നിങ്ങളുടെ കയ്യിൽ ഒരു ഡേറ്റ ഇല്ല, ഒരു കണക്കില്ല, ഒരു സാധനമില്ല, ഇംപ്രഷൻസ് മാത്രമേ ഉള്ളൂ. ഈ വളരെ മോറലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സദാചാരവും അവനില്ല. വെറുതെ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വെച്ച് പറഞ്ഞ് പരത്തുന്ന, സ്വാതന്ത്ര്യം കിട്ടിയ ആൾക്കാരെ കീഴടക്കാനായിട്ട് വീണ്ടും പറയുന്ന വരികൾക്കപ്പുറത്ത് ഒന്നും തന്നെ നിങ്ങൾ പറയുന്നില്ല. ഒരു ചോദ്യത്തിനകത്തും ഇല്ല. അത് കാരണം കൊണ്ട് ഞാനതാ ചോദിച്ച ഒരു ഗുണ്ടാസംഘം കേരളത്തിൽ ഉണ്ടായെങ്കിൽ നമുക്ക് ആലോചിക്കണം. ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. ആകെപ്പാടെ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നവര് വിരലെണ്ണി തീരാവുന്ന ഒരു സംഘമാണ് ആകെ അതിനകത്ത് തന്നെ ഉള്ളത്.
നിങ്ങൾ എന്തെങ്കിലും ഫെമിനിസ്റ്റ് സംഘടനയിൽ പോയിട്ട് ഒരു ദിവസം അവർ പറയുന്ന എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു തരത്തിൽ ഈ തരത്തിൽ ചോദ്യം ചോദിക്കാനായിട്ട് ഒരു അവകാശവും. കാരണം നിങ്ങൾ അടിമ പുരുഷന്മാരുടെ അടിമ പെണ്ണ. അത്രയേ ഉള്ളൂ. അല്ല, ഈ കേരളത്തിലെ എന്താണ് സ്വാതന്ത്ര്യമുള്ള പുരുഷന്മാരാണെന്നല്ല ഞാൻ പറഞ്ഞത്. അടിമ പുരുഷന്മാരാണ്. വല്ലവനും ഉണ്ടാക്കി ഈ ചട്ടുകം, കോടാലി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വലിയ സംഘമുണ്ട്. അങ്ങനെ രൂപപ്പെടുത്തിയവരുടെ ഓമന പെങ്ങളൊക്കെയാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഒന്നും ചോദിച്ചത്. അല്ല, അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഇത് അറിയുപോലും ഇല്ല നിങ്ങൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. പുരുഷന്മാരുടെ, സ്ത്രീകളെ അടിച്ചമർത്തിയ പുരുഷന്മാരുടെ ആശയങ്ങൾ പറയുന്ന സ്ത്രീകൾ അവരാരാണെന്ന് സ്വയം അറിഞ്ഞുകൂടാത്തവരാ. അത്രയാണ് ഞാൻ ഈ പറയുന്നത്. ഏത് ചോദ്യവും ഇപ്പൊ 3 ചോദ്യം നമ്മൾ അമ്മയെ സംസാരിച്ചിട്ടുണ്ട്. ഈ 3 ചോദ്യവും ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് വരുന്നത്. സ്വാതന്ത്ര്യം നേടിയ മനുഷ്യരെ എങ്ങനെ കൂടുതൽ കൊടുക്കാം, അവരെ എങ്ങനെ അടിച്ചമർത്താം, അവർക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റും എന്ന് ആലോചിക്കുന്നതിനുള്ള ചോദ്യോത്തരങ്ങളാണ് ചെയ്തത്. ഒരു സംശയം വേണം.